പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ സംസാരിക്കുന്നത് പക്വതയുള്ളവരുടെ 11 അടയാളങ്ങളെ കുറിച്ചാണ്. ഈ 11 അടയാളങ്ങൾ ഉള്ളവരുടെ കൂടെ ജീവിക്കാൻ വലിയ സന്തോഷമായിരിക്കും, വലിയ റാഹത്തായിരിക്കും. നിങ്ങൾക്ക് ഈ 11 അടയാളങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിച്ചു നോക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മുടെ ക്ലാസ്സിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ, നമ്മളെ വിഷമങ്ങൾ അകറ്റിത്തരട്ടെ. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുടെ എല്ലാ ആഗ്രഹങ്ങളും അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. ഇൻഷാ അല്ലാ. എല്ലാവർക്കും റാഹത്തല്ലേ? എല്ലാവർക്കും സന്തോഷല്ലേ? എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ട് നെഞ്ഞത്ത് കൈവച്ചുകൊണ്ട് ഒരു 3 പ്രാവശ്യം അൽഹംദുലില്ലാ പറയൂ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അള്ളാഹു സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാ പറഞ്ഞവരൊക്കെ അതൊന്ന് കമന്റിൽ എഴുതി വിടണം. അൽഹംദുലില്ലാ പറഞ്ഞു എന്നുള്ളത് ഉസ്താദിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹു റാഹത്ത് നൽകട്ടെ. എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് നമ്മളെ ചാനലിൽ വിശാലമായ ദിക്റ് ദുആ മജ്ലിസ് നടക്കാറുണ്ട്. നിങ്ങൾ അതിൽ പങ്കെടുക്കാറുണ്ടോ? പങ്കെടുക്കാത്തവരൊക്കെ അതിൽ പങ്കെടുക്കണം, ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തണം. ഒരുപാട് ആളുകൾക്ക് അതുകൊണ്ട് ഉപയോഗപ്പെടുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് 6 മണിക്ക് പങ്കെടുക്കാൻ പ്രയാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒഴിവ് കിട്ടുമ്പോൾ ആ മജ്ലിസിലൊന്ന് പങ്കെടുക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ സംസാരിക്കുന്നത് പക്വതയുള്ളവരുടെ 11 അടയാളങ്ങളെ കുറിച്ചാണ്. ഈ 11 അടയാളങ്ങൾ ഉള്ളവരുടെ കൂടെ ജീവിക്കാൻ വലിയ സന്തോഷമായിരിക്കും, വലിയ റാഹത്തായിരിക്കും. നിങ്ങൾക്ക് ഈ 11 അടയാളങ്ങൾ ഉണ്ടോ എന്ന് നിങ്ങൾ ഇത് കേട്ട് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ചിന്തിക്കുകയും പരിശോധിക്കുകയും ചെയ്യണമെന്നുകൂടെ സാന്ദർഭികമായി ഉണർത്തുകയാണ്. പക്വതയുള്ളവരുടെ 1ാമത്തെ അടയാളം മഹാന്മാര് പറയുന്നു, അവർ ചിന്തിച്ചിട്ട് മാത്രമേ സംസാരിക്കുകയുള്ളൂ. അനാവശ്യമായി ഒന്നും സംസാരിക്കുകയില്ല. സംസാരിക്കുകയാണെങ്കിൽ തന്നെ ഈ സംസാരം കൊണ്ട് എൻ്റെ ജീവിതത്തിൽ എന്താണ് നേട്ടം, ഞാൻ ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്താണ് ലഭിക്കുക എന്ന് അവർ ചിന്തിക്കും. അതിനുശേഷമേ അവർ സംസാരിക്കുകയുള്ളൂ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചത്. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫല്യഖുൽ ഖൈറ ഔ ലിയസ്മുത്. നിങ്ങൾ ആരെങ്കിലും അല്ലാഹുവിനെയും അന്ത്യനാളിനെയും വിശ്വസിക്കുന്നുവെങ്കിൽ നല്ല കാര്യങ്ങൾ മാത്രം പറയുക, അതല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. അപ്പൊ പക്വതയുള്ള ആളുകൾ എന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ അവർക്കോ മറ്റുള്ളവർക്കോ ഉപകാരമുള്ളതേ സംസാരിക്കൂ, അല്ലാതെ ഒന്നും സംസാരിക്കുകയില്ല. ഇതാണ് 1ാമത്തെ അടയാളം. 2ാമത്തെ അടയാളം തെറ്റുകൾ സമ്മതിക്കാനുള്ള മനസ്സായിരിക്കും. എല്ലാവർക്കും അറിയാം അവർ ചെയ്യുന്നത് തെറ്റാണ് എന്നുള്ളത്. എന്നാൽ ചില ആളുകൾ അത് സമ്മതിച്ചു കൊടുക്കൂല. ഞാൻ ചെയ്തത് തെറ്റല്ല എന്ന് വാദിക്കും, പക്ഷെ അവൻ ചെയ്തത് തെറ്റാണെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ പക്വതയുള്ള ആളുകൾ അങ്ങനെയല്ല. ഒരു തെറ്റ് ചെയ്താൽ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് സമ്മതിക്കും. അത് അള്ളാഹുവിനോടാണ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനോട് സമ്മതിക്കും, റബ്ബേ ഞാൻ തെറ്റ് ചെയ്തു പോയിട്ടുണ്ട്, എന്റെ അടുക്കൽ നിന്ന് അരുതാതെ സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് മാപ്പ് നൽകണേ എന്ന് പക്വതയുള്ള ആളുകൾ അള്ളാഹുവിനോട് ദുആ ചെയ്യും. അതുപോലെ തന്നെ മറ്റുള്ളവരോടാണ് നമ്മൾ തെറ്റുകുറ്റങ്ങൾ ചെയ്തതെങ്കിൽ അവരോടത് പൊരുത്തപ്പെടിക്കണം. പക്വതയുള്ളവരുടെ 3ാമത്തെ അടയാളം മറ്റുള്ളവർ പറയുന്നത് കേൾക്കാനുള്ള ഒരു മനസ്സുണ്ടാകുന്നുള്ളതാണ്. ഒരാൾ നമ്മളോട് ഒരു കാര്യം ഇങ്ങനെ സംസാരിക്കുന്നുണ്ടാവും, ചില ആളുകൾ അത് മൈൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മുടെ മക്കൾ നമ്മളോട് എന്തെങ്കിലും സന്തോഷം എന്ന് പറയുമ്പോൾ, സ്കൂളിൽ നടന്നത് പറയുമ്പോൾ, മദ്രസയിൽ നടന്നത് പറയുമ്പോൾ സന്തോഷത്തോടെ അത് നമ്മൾ കേൾക്കുക വേണ്ടത്. ചില ആളുകൾ മക്കളെ കേൾക്കാൻ സമയം കണ്ടെത്താറില്ല. അതുപോലെ തന്നെയാണ് പല ആളുകളും ഭാര്യമാര് പറയുന്നത് കേൾക്കാനുള്ള സമയം കണ്ടെത്താറില്ല. ഭാര്യമാർക്ക് നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനൊക്കെ ഉണ്ടാവും, പക്ഷെ ഇവനൊക്കെ എപ്പോഴും ഇവന്റെ ജോലി, സമ്പത്ത് ഉണ്ടാക്കണം, ബാങ്കിൽ കുറെ പൈസ ഡെപ്പോസിറ്റ് ചെയ്യണം, ഇതാണ് ഇവന്റെ ആഗ്രഹം. ഭാര്യ പറയുന്നത് ഒന്നും കേൾക്കാൻ ചെവി കൊടുക്കാറില്ല. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അതോടൊപ്പം തന്നെയാണ് ഭർത്താവിന് നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. ജോലി സ്ഥലത്തെ കാര്യങ്ങൾ പറയാനുണ്ടാകും, അതുപോലെ തന്നെ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ പറയാനുണ്ടാവും. അത് ചെവി കൊടുക്കാത്ത ഭാര്യമാരുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. മറ്റുള്ളവർ പറയുന്നത് കേൾക്കാനുള്ള ഒരു മനസ്സ് അത് പക്വതയുള്ളവർക്കേ ഉണ്ടാവൂ എന്നുള്ളതാണ്. ഭർത്താവിന്റെ അടുക്കൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോ, എന്തെങ്കിലും ന്യൂനതകൾ വരുമ്പോഴേക്ക് ചില ഭാര്യമാര് വക്കീലിനെ പോയി കണ്ട് ഡിവോഴ്സ് നോട്ടീസ് അയക്കുന്നതാണ്. അത് പക്വതല്ലാഞ്ഞിട്ടാണ്. അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഭർത്താവിന്റെ അടുക്കൽ നിന്ന് എന്തുകൊണ്ടാ തെറ്റ് സംഭവിച്ചു, അത് വരാനുള്ള കാരണം എന്താണ്, ഇതിനെക്കുറിച്ച് ഭർത്താവിന് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാനുള്ള ഒരു മനസ്സ് ഭാര്യ കാണിക്കണ്ടേ? അതുപോലെ തന്നെയാണ് ഭാര്യയുടെ അടുക്കല് എന്തെങ്കിലും ഒരു ന്യൂനത വരുമ്പോ, എന്തെങ്കിലും ചെറിയ കുറ്റങ്ങൾ വരുമ്പോഴേക്ക് ത്വലാഖ് ചൊല്ലുന്ന ചില ഭർത്താക്കന്മാരെ കണ്ടിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് ഭാര്യക്ക് എന്താണ് പറയാനുള്ളത്?
ഭാര്യ ഇങ്ങനെ ചെയ്യാനുള്ള റീസൺ എന്താണ്? അതൊക്കെ കേൾക്കണ്ടേ? അത് കേൾക്കാനുള്ള ഒരു മനസ്സ് കാണിക്കണ്ടേ? ഇത് പക്വതയുള്ള ഭർത്താവിനെ സാധിക്കൂ എന്നുള്ളതാണ്. അപ്പോ മറ്റുള്ളവർ പറയുന്നത് കേൾക്കാനുള്ള മനസ്സുണ്ടാകും പക്വതയുള്ള ആളുകൾക്ക്. നാലാമത്തെ അടയാളം അനാവശ്യമായി തർക്കിക്കുകയില്ല എന്നുള്ളതാണ്. ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടി തർക്കിക്കുക, തർക്കിച്ച് ജയിക്കണമെന്നുള്ള ചിന്ത, അത് പക്വതയില്ലാത്തവരുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ്. തർക്കിക്കുന്നതിൽ വല്ല അർത്ഥവും വേണ്ടേ? ഇത് അനാവശ്യമായി എല്ലാ കാര്യത്തിനും തർക്കിക്കുക, എല്ലാ കാര്യത്തിനും തർക്കിക്കുക, അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അത് പക്വതയില്ലാത്തവരുടെ സ്വഭാവമാണ്. അഞ്ചാമത്തെ അടയാളം ക്ഷമ ജീവിതത്തിൽ മുറുകെ പിടിക്കുമെന്നുള്ളതാണ്. അവന്റെ ജീവിതത്തിൽ വലിയ ക്ഷമയുണ്ടാകും. ജോലി സ്ഥലത്ത് എന്തെങ്കിലും ചെറിയ പ്രയാസങ്ങൾ വരുമ്പോഴേക്ക് ജോലി ഒഴിവാക്കി വരിക, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അത് പക്വതയില്ലാത്തത് കൊണ്ടാണ്. പക്വതയുണ്ടെങ്കിൽ ജീവിതത്തിൽ ക്ഷമിക്കണം. ഇത് ദുന്യാവാണ്, ഇത് ആഖിറമല്ല, ഇത് സ്വർഗമല്ല. ഇവിടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. ആ സമയത്ത് ക്ഷമിക്കണം. ദാമ്പത്യ ജീവിതത്തിൽ ക്ഷമ വളരെ പ്രധാനപ്പെട്ടതാണ്. ഭാര്യ അടുക്കൽ നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാവും, ചിലപ്പോൾ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും, ക്ഷമിച്ചു കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ ഭർത്താക്കന്മാര് പറയുന്നത് ചില സമയത്ത് നമുക്ക് പറ്റുന്നുണ്ടാവില്ല, പക്ഷെ ഭർത്താക്കന്മാർക്ക് നമ്മൾ ക്ഷമിച്ചു കൊടുക്കണം. അതാണ് പക്വതയുള്ളവരുടെ സ്വഭാവമെന്ന് മഹത്തുക്കൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ ആറാമത്തെ അടയാളം മറ്റുള്ളവരെ ബഹുമാനിക്കുക എന്നുള്ളതാണ്. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് നമ്മളെല്ലാവരും ബഹുമാനിക്കണം, ആദരിക്കണം എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ ആരെയും ബഹുമാനിക്കൂല. മക്കളെ പോലും ബഹുമാനിക്കണമെന്നല്ലേ പഠിപ്പിക്കുന്നത്? ഉസ്താദുമാരെ ബഹുമാനിക്കണം, ഉമ്മയെ ബഹുമാനിക്കണം, ഉപ്പയെ ബഹുമാനിക്കണം, വലിയവർ ആരാവട്ടെ അവരൊക്കെ ബഹുമാനിക്കണം. അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പൊ മറ്റുള്ളവരെ ബഹുമാനിക്കാനുള്ള ഒരു മനസ്സ് അത് പക്വതയുള്ളവർക്കേ കഴിയൂ. അധ്യാപകന്മാരിങ്ങനെ നടന്നു വരുമ്പോ ഒന്ന് എണീറ്റ് നിൽക്കുക, അത് പക്വതയുള്ള കുട്ടികൾ ചെയ്യുന്ന ഒരു സ്വഭാവമാണ്. പക്വത ഇല്ലാത്തവർ അങ്ങനെ അവിടെ ഇരിക്കും, മൊബൈൽ ഫോണും ഇങ്ങനെ റീൽസ് കണ്ടിരിക്കും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. പക്വത എന്ന് പറയുന്നത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകുന്ന വലിയ ഒരു സമ്മാനമാണ്. ആ പക്വതയുള്ളവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ. അപ്പൊ ആറാമത്തെ അടയാളം മറ്റുള്ളവരെ ബഹുമാനിക്കാനുള്ള മനസ്സാണ്. ഭാര്യയെ ബഹുമാനിക്കണം. ഭാര്യ നമ്മളെ മക്കളുടെ മാതാവാണ്, നമ്മളെ മക്കളെ പ്രസവിച്ചവരാണ്. അവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും വേണം. അവർക്ക് കൊടുക്കേണ്ട സ്നേഹം കൊടുക്കണം, അവർക്ക് കൊടുക്കേണ്ട ബഹുമാനം കൊടുക്കണം. ഭർത്താവിനോട് തിരിച്ചും അങ്ങനെ തന്നെയാണ്. ഭർത്താവിന് കൊടുക്കേണ്ട ബഹുമാനം കൊടുക്കണം, ഭർത്താവിന് കൊടുക്കേണ്ട സ്നേഹം ഭർത്താവിന് കൊടുക്കണം, ഭർത്താവിന് വകവെച്ചു കൊടുക്കേണ്ട സ്ഥാനം ഭർത്താവിന് വകവെച്ചു കൊടുക്കണം. അത് ഒരിക്കലും നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല. നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ മനസ്സിലാക്കാം അവൾ പക്വതയില്ലാത്തവളാണ് എന്നുള്ളത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുപോലെ ഏഴാമത്തെ അടയാളം പ്രശ്നങ്ങൾ പെട്ടെന്ന് പരിഹരിക്കുമെന്നുള്ളതാണ്. ഒരു പ്രശ്നം വരുമ്പോൾ അത് പരിഹരിക്കാനാണ് ശ്രമിക്കേണ്ടത്. ചില ആളുകൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോഴേക്ക് ആത്മഹത്യ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്, വിഷം കുടിക്കുന്നത് കണ്ടിട്ടുണ്ട്, നാട് വിടുന്നത് കണ്ടിട്ടുണ്ട്. അത് പക്വതല്ലാത്തോണ്ടാ. എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോഴേക്ക് ആത്മഹത്യ ചെയ്യലല്ല, കൊലപാതകമല്ല ചെയ്യേണ്ടത്. നമ്മൾ എന്ത് ചെയ്യണം? അത് പരിഹരിക്കുക വേണ്ടത്. അത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കണം. ആരെ പോയി കണ്ടിട്ടാണോ പരിഹരിക്കാൻ പറ്റുക അവിടെ പോയി പരിഹരിക്കണം. അതാണ് പക്വതയുള്ളവർ ചെയ്യേണ്ടത്. ഒമ്പതാമത്തെ അടയാളം അവർക്ക് ഒരിക്കലും മറ്റുള്ളവരോട് അസൂയ ഉണ്ടാവൂല. അസൂയ അത് സ്വർഗത്തിലേക്ക് നയിക്കുന്നതല്ല, നരകത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ്. അസൂയപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ ജീവിതത്തിൽ പരാജയം മാത്രമേ ഉണ്ടാവൂ, ഒരിക്കലും നമ്മൾക്ക് വിജയിക്കാൻ കഴിയൂല. ഇത് പക്വതയുള്ളവർക്ക് ശരിക്കും മനസ്സിലാക്കാൻ കഴിയും. എന്തിനാണ് നമ്മൾ മറ്റുള്ളവരോട് അസൂയ വെക്കുന്നത്? നമ്മൾക്ക് അല്ലാഹു വിധിച്ചത് അള്ളാഹു നമ്മൾക്ക് തന്നെ നൽകും. അതാർക്കും അള്ളാഹു നൽകൂല. നമ്മൾക്ക് വിധിച്ചതേ നമ്മൾക്ക് ലഭിക്കുകയുള്ളൂ. അതിനെ നമ്മൾ മറ്റുള്ളവരോട് അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമല്ല. പക്വതയുള്ളവര് ഒരാളോടും അസൂയ വെക്കൂല. പത്താമത്തെ അടയാളം വിട്ടുവീഴ്ച ചെയ്യാനുള്ള മനസ്സുണ്ടാവും. അതാണല്ലോ നമ്മൾ റമളാനു ഷരീഫിൽ അവസാനത്തെ 10 പറയുന്നത്, അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. വിട്ടുവീഴ്ച ചെയ്യാനുള്ള മനസ്സ്. അള്ളാഹു വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്. അള്ളാഹുവെ ഞങ്ങൾക്കും വിട്ടുവീഴ്ച ചെയ്യണേ എന്ന് നമ്മൾ ദുആ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾക്കും അതിനുള്ള ഒരു മനസ്സുണ്ടാകണം. നമ്മളിപ്പോ ഒരു ബിസിനസ് നടത്താണ്, അതിൽ ജോലിക്കാരുണ്ടാകും. ഏതെങ്കിലും ഒരു ദിവസം അവൻ നേരം വൈകി വന്നാൽ അതിന്റെ കാരണങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നതിന് പകരം അവനെ ജോലിയിൽ നിന്ന് ഒരിക്കലും പിരിച്ചുവിടാൻ പാടില്ല. അതുപോലെ തന്നെ ഭാര്യയുടെ അടുക്കൽ നിന്ന് അറിയാതെ ഒരു ഗ്ലാസ് നിലത്ത് വീണ് പൊട്ടിപ്പോയാൽ ഭാര്യയെ ചീത്ത വിളിക്കാൻ പാടില്ല, ഭാര്യയെ തെറി വിളിക്കാൻ പാടില്ല, ഭാര്യയെ ശകാരിക്കാൻ പാടില്ല. അങ്ങനെ തന്നെയാണ് മക്കളുടെ അടുക്കൽ നിന്നും ചെറിയ ചെറിയ ന്യൂനതകൾ വരുമ്പോഴേക്ക് ക്രൂരമായി പീഡിപ്പിക്കുക, ക്രൂരമായി തല്ലുക. അയൽവാസികളോടാണെങ്കിലും കുടുംബക്കാരോടാണെങ്കിലും അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. വിട്ടുവീഴ്ച എന്ന് പറയുന്ന ഒരു സ്വഭാവം ഒരു സത്യവിശ്വാസിക്ക് ഉണ്ടാവണം. പക്വതയുള്ളവർക്ക് ആ സ്വഭാവം ഉണ്ടാവും. ബുദ്ധിയുള്ളവർക്ക് വിട്ടുവീഴ്ച ചെയ്യാനുള്ള മനസ്സുണ്ടാകും. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ അടുക്കൽ നിന്നും അങ്ങനത്തെ തെറ്റുകൾ സംഭവിച്ചേക്കാം. നമ്മളൊക്കെ മനുഷ്യന്മാരാണ്, മാലാഖമാരല്ല, അമ്പിയാക്കളല്ല. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകട്ടെ. 11ാമത്തെ അടയാളം പെട്ടെന്നുള്ള ദേഷ്യം, സങ്കടം, വിഷമങ്ങള് നിയന്ത്രിക്കാനുള്ള ഒരു കഴിവുണ്ടാകുന്നുള്ളതാണ്.
പെട്ടെന്ന് ദേഷ്യം വരുമ്പോ നാം എന്താണ് ചെയ്യുക എന്ന് നമ്മൾക്ക് പോലും ചിലപ്പോൾ അറിയില്ല. ചിലപ്പോൾ കൊലപാതകം സംഭവിക്കും, ചിലപ്പോൾ ഭാര്യയെ ത്വലാക്ക് ചെല്ലും, അല്ലെങ്കിൽ ഡിവോഴ്സ് നോട്ടീസ് അയക്കും, അതല്ലെങ്കിൽ അക്രമങ്ങൾ നടക്കും, പലതും നടക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ പെട്ടെന്ന് ദേഷ്യം വരുമ്പോ പക്വതയുള്ള ആളുകൾ അത് നിയന്ത്രിക്കലാണ്. അതുപോലെ തന്നെ പെട്ടെന്ന് സങ്കടം വരുമ്പോഴും അങ്ങനെ തന്നെ, പെട്ടെന്ന് വിഷമം വരുമ്പോഴും അങ്ങനെ തന്നെയാണ്. അത് നിയന്ത്രിക്കാണ് വേണ്ടത്. അതിന്റെ പേരിൽ കോലാഹലങ്ങൾ ഉണ്ടാക്കലല്ല, അതല്ലെങ്കിൽ ജീവൻ ഒടുക്കലല്ല വേണ്ടത്, അത് നിയന്ത്രിക്കുക. ഇതാണ് പക്വതയുള്ളവരുടെ 11 സ്വഭാവങ്ങൾ. ഈ സ്വഭാവങ്ങളൊക്കെ അള്ളാഹു നമ്മൾക്കും നമ്മളെ മക്കൾക്കും നമ്മളെ കുടുംബങ്ങൾക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ജീവിതത്തിൽ അള്ളാഹു സന്തോഷം നൽകട്ടെ, സമാധാനം നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.